എസെക്കിയേലിൻ്റെ പ്രവചനം 1 മുതൽ 3 വരെ അധ്യായങ്ങൾ പ്രവാചകൻ തൻ്റെ ദൗത്യം സ്വീകരിക്കുന്ന അധ്യായങ്ങളാണ്. സ്വഭാവേന അദ്ദേഹം പുരോഹിതനാണ്. എന്നാൽ പുരോഹിത ശുശ്രൂഷ അനുഷ്ഠിക്കാൻ ദേവാലയം ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടും അവർ പ്രവാസത്തിൽ വിദേശ രാജ്യത്തായിരുന്നതുകൊണ്ടും ആ കാലഘട്ടങ്ങളിലാണ് സിനഗോഗുകൾ രൂപപ്പെട്ടത്. സിനഗോഗുകളിൽ ദൈവജനത്തെ പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് എസെക്കിയേൽ പ്രധാനമായും നിർവഹിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവചന ദൗത്യം ആരംഭിക്കുന്നത് ഒരു സ്വർഗീയ ദർശനത്തോടുകൂടിയാണ്. ആ ദർശനത്തിൽ നമ്മൾ വായിച്ച 4 ജീവികൾ ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവികളുടെയും പ്രതിനിധികളായി നിലകൊള്ളുന്നു. അല്ലെങ്കിൽ ദൈവം സിംഹാസനസ്ഥൻ, എല്ലാ സൃഷ്ടികളുടെയും സ്രഷ്ടാവാണ് എന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൃഗങ്ങളും മനുഷ്യരും മാലാഖമാരും ആ 4 ജീവികളുടെ ദൃശ്യങ്ങളിൽ ഉണ്ട്.